സൈഡിലൂടെ സ്ട്രിങ് വരുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്റ്റെയർ കേസിന്റെ സ്റ്റാർട്ടിങ് മുതലുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണിക്കാം. ഇവിടെ ചെയ്തിരിക്കുന്ന ഫസ്റ്റത്തെ ഒരു ഫ്ലൈറ്റ് മാത്രം 12 സ്റ്റെപ്പ് മാത്രം. അപ്പോൾ ഈ ഒരു സൈഡിലാണ് നമുക്ക് സ്റ്റെയർ ചെയ്യാനുള്ളത്. അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ നമ്മൾ കറക്റ്റ് ഈ വാളിൽ നിന്ന് ഒരു 2 ഇഞ്ച് വിട്ടിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റ് ലാൻഡിങ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള സ്റ്റെപ്പുകളെല്ലാം കോൺക്രീറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 12 സ്റ്റെപ്പിൽ ഒറ്റ ഫ്ലൈറ്റിൽ ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് ചെയ്യാനുള്ളത്, ആദ്യം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന പരിപാടി ഇതിൻ്റെ സ്ട്രിങ്, 2 സൈഡിൽ വരുന്ന സപ്പോർട്ടിന് പറയുന്ന പേരാണ് സ്ട്രിങ്. ഈ സ്ട്രിങ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുകയാണ്. 6 mm ഒരു പ്ലേറ്റും 6 mm ഒരു പ്ലേറ്റും കൂടെ ടാറ്റ MS പ്ലേറ്റുകളാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രിങ്ങിന് വേണ്ടിയിട്ട്. ആ 2 6 mm പ്ലേറ്റ് തമ്മിൽ ബോക്സ് പോലെ ആക്കിയിട്ടാണ് ഇതിന് നമ്മൾ സ്ട്രിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സൈഡിൽ 2 സൈഡിലും സ്ട്രിങ് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാൻഡിലിവറായിട്ട് ചെയ്യുന്ന സമയത്ത് ചുമരിനകത്ത് പോകുമെങ്കിലും ഇവിടെ 2 ബോക്സ് സ്ട്രിങ്ങും നമുക്ക് പുറത്ത് കാണുന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രിങ് നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഇതുപോലുള്ള ഒരു സപ്പോർട്ട്, ഫ്ലാറ്റ് ബാറിൻ്റെ സപ്പോർട്ടുകൾ അകത്ത് വെർട്ടിക്കലി കൊടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ ഒരു ബോക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബെൻഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ നമ്മൾ 6 mm ഒരു പ്ലേറ്റ് കൊടുക്കാനുള്ളത് 12 സ്റ്റെപ്പുള്ളൂ. നമുക്ക് ആ ഒരു സ്പാന് നോക്കുകയാണെങ്കിൽ 4 mm ഒക്കെ മതി. 4 mm 5 mm ഒക്കെ ഓക്കെയാണ്. ഇവിടെ 6 mm ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു 13-14 സ്റ്റെപ്പിൻ്റെ മുകൾക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഒരു 5 mm അതുപോലെ ഒരു 15 സ്റ്റെപ്പിൻ്റെ മുകൾക്ക് പോയിട്ട് ഒറ്റ ഫ്ലൈറ്റിൽ വരുവാണെങ്കിൽ ഒരു 6 mm തിക്നെസ്സിലുള്ള ഡബിൾ സ്ട്രിങ് കൊടുക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ സപ്പോർട്ട് നമ്മൾ അത്രത്തോളം കാണണം എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ മാർക്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ, നമ്മൾ സ്റ്റെയർ കേസ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് മെറ്റലിൻ്റെ സ്റ്റെയർ കേസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി വീടിൻ്റെ പണിയൊക്കെ ഇതുപോലെ സ്ട്രക്ചറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നീടാണ് നമ്മൾ പ്ലാസ്റ്റിക്കിന് മുമ്പായിട്ടാണല്ലോ നമ്മൾ ചെയ്യുക. അപ്പോൾ വാട്ടർ ലെവൽ നിർബന്ധമാണ് കേട്ടോ. ഈ ഭാഗത്ത് ഇലക്ട്രിക്കൽ പോയിന്റ് എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് നമ്മളത് കൺഫേം ചെയ്യിപ്പിക്കണം എന്നുള്ളതും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ സൈഡിൽ കൂടെ നമ്മളിത് സ്റ്റെപ്പ് സൈഡിലൂടെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ചുമരിനകത്തൊക്കെ ഡ്രില്ല് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇലക്ട്രിക്കൽ പോയിന്റിനെ അത് ബാധിക്കും. കംപ്ലീറ്റ് വയറിങ് ചിലപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കേണ്ടിയൊക്കെ സിറ്റുവേഷൻ വരും. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഫ്ലോർ ലെവൽ, ടൈൽസിൻ്റെ ലെവലും ഇലക്ട്രിക്കൽ പോയിന്റ്സ് പോയിട്ടുണ്ടോ എന്നുള്ളതും നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ബോക്സിൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോക്സ് ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, പകുതിയോളമായിട്ടുണ്ട്. ഇനി 1 സൈഡും കൂടെ ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഈ ഒരു സപ്പോർട്ടുകൾ ഒരു 2.5 അടി 3 അടിക്കുള്ളിൽ ഇതുപോലുള്ള സപ്പോർട്ടുകൾ ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കണം. സെയിം തിക്നെസ്സിൽ 6 mm തിക്നെസ്സിലുള്ള സപ്പോർട്ടുകൾ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളിപ്പോൾ സ്ട്രിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രിങ്ങും സ്റ്റെയറും സ്റ്റെപ്പുകളുടെ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ട് കോൺക്രീറ്റ് ലാൻഡിങ് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളത്. ഇവിടെ ഈ ഒരു കുറച്ച് സ്റ്റെപ്പുകൾ കോൺക്രീറ്റിൽ ചെയ്തിട്ടുണ്ട്, ലാൻഡിങ്ങും ചെയ്തിട്ടുണ്ട് ഇവിടെ കോൺക്രീറ്റിൽ. അപ്പോൾ കോൺക്രീറ്റ് ലാൻഡിങ് ചെയ്യരുതെന്ന് പറയുന്ന കാരണം, കോൺക്രീറ്റ് ലാൻഡിങ് ചെയ്യുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല, അളവ് കറക്റ്റായിട്ട് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിന് മുകളിൽ ഈ പ്ലേറ്റ് കണ്ടില്ലേ, ഇതിന് മുകളിൽ ഇനി ടൈൽസും കാര്യങ്ങളും വന്നാൽ പ്ലേറ്റ് കവർ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഇവിടെ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ താഴെ നമുക്ക് ഒരു സൈഡ് കട്ട് ചെയ്ത് കളയാനുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് പുറത്തോട്ട്, ചുമരിന് പുറത്തോട്ട് കുറച്ച് ഭാഗം നിങ്ങൾക്ക് കാണാം. അത് നമുക്ക് ഇതിൻ്റെ ലെവലിൽ, കറക്റ്റ് ലെവലിൽ, ഈ ഒരു ലെവലിൽ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതുണ്ട്. താഴോട്ട് കൊടുക്കണം. താഴോട്ട് കൊടുത്ത് അത് കോൺക്രീറ്റ് ചെയ്യണം എന്നുള്ള. ഈ ഭാഗം ഓൾറെഡി കോൺക്രീറ്റ് ചെയ്ത് ഫസ്റ്റത്തെ ആ സ്റ്റെപ്പിൻ്റെ ആ സൈഡ് മൊത്തം കോൺക്രീറ്റ് ചെയ്യാനാണ് ക്ലയൻറ്റ് വിചാരിക്കുന്നത്. ഇതിൽ നമ്മൾ MS പ്ലേറ്റ് കൊടുത്തത് 10 mm ആണ് സ്റ്റെപ്പിന് കേട്ടോ. ഈ ലേസർ കട്ടിങ്ങിൻ്റെ ഫിനിഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഫിനിഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലേസർ കട്ടിങ്ങിൽ തന്നെ നിങ്ങൾ പ്ലേറ്റ്സൊക്കെ കട്ട് ചെയ്തെടുക്കണം. ഒരിക്കലും ഹാൻഡ് കട്ടിങ്ങിലോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് കട്ടിങ്ങിലോ ഒന്നും ഇത്തരത്തിലുള്ള ഫിനിഷ് കിട്ടില്ല. 6 ഹോൾസ് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഈ സൈഡിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് വെൽഡ് ചെയ്യരുത്, 1 ഇഞ്ച് ഗ്യാപ്പിലാണ് വെൽഡ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്ലേറ്റ് ബെൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡബിൾ സൈഡ് 6 mm ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ സെപ്പറേറ്റ് നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെൽഡിങ്ങും ഗ്രൈൻഡിങ്ങും എപ്പോക്സി വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. പ്രൈമർ ഫിനിഷ് നമ്മളിതിൽ ചെയ്യും.
ഫൈനൽ പെയിൻറ്റിങ് സാധാരണ ക്ലയൻസിൻ്റെ സ്കോപ്പിലാണ്. കാരണം അതൊരു ഫിനിഷിങ് സ്റ്റേജിലോട്ട് പോകുന്ന സമയത്താണ് ഈ പെയിൻറ്റിങ് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പം തന്നെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ സൈറ്റിൽ വർക്ക് നടക്കുന്ന സമയത്തുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് നമ്മൾ ഫിനിഷ് ചെയ്ത് കിടക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ സ്റ്റെയർ. അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ വർക്ക് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ 12 സ്റ്റെപ്പ് നമ്മളിവിടെ വെച്ചത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ലാൻഡിങ് സാധാരണ ചെയ്യുന്ന സമയത്ത് കോൺക്രീറ്റിൽ നിങ്ങൾ ലാൻഡിങ് ചെയ്തോളൂ, കുഴപ്പമില്ല. ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് ആ ഹൈറ്റിൽ വേണം നിങ്ങൾ സെറ്റ് ചെയ്യാൻ. ഇവിടെ എത്ര സ്റ്റെപ്പ് കൊടുക്കുന്നുണ്ട് കറക്റ്റ് എൻജിനീയേഴ്സിൻ്റെ അടുത്ത് അത് ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ ഹൈറ്റിൽ മാത്രം നിങ്ങൾ കോൺക്രീറ്റ് ലാൻഡിങ് വാർത്തിടുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഈ സ്ട്രിങ് നമ്മൾ ചവിട്ടുന്ന ഭാഗം. അതിൻ്റെ സ്ട്രിങ് എന്ന് പറയുന്നത് നമുക്ക് മിനിമം ഒരു 25 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലോട്ട് വേണം. മിനിമം 25 സെൻറ്റിമീറ്ററെങ്കിലും കൊടുത്തിട്ട് വേണം സ്ട്രിങ് ചെയ്യാൻ. ഇതിൻ്റെ സപ്പോർട്ട് ഇവിടെ നമ്മൾ ബോൾട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. ലാൻഡിങ്ങിൻ്റെ മുകളിലും താഴെയുമായിട്ടാണ് ബോൾട്ട്സ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഇനി ടൈൽസ് വന്ന് ഫില്ലാവാനുണ്ട്. അപ്പോൾ ഈ സ്റ്റെയർ ഈ സൈഡിൽ നമ്മൾ 6mm 6mm പ്ലേറ്റാണ് കൊടുത്തിരിക്കുന്നത്, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ക്ലയൻറ്റ്, ഈ ഒരു കസ്റ്റമർ നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ വിളിച്ചത് എന്നുള്ളതിന് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരുപാട് സൈറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസുകൾ. എല്ലായിടത്തും നമുക്ക് നല്ല റിവ്യൂസ് ആണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആട്ടോ, ഹൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ നമ്മളൊരു ചെറിയ സപ്പോർട്ട്, ടെമ്പററി സപ്പോർട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടാണ്. ഇതിവിടെ നമ്മൾ ഈ ഒരു ചെയ്തിരിക്കുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് കംപ്ലീറ്റ് നിങ്ങൾ ഇലക്ട്രിക്കൽ പോയിന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള വന്നിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തണം. ഇവിടെ അത് വന്നിട്ടില്ല, ഓൾറെഡി നമ്മളത് കൺഫേം ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത്തരത്തിലുള്ള പ്രോബ്ലംസ് പല ആളുകൾക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ലാൻഡിങ് വരെയുള്ള ഗ്യാപ്പാണ് നമുക്ക് ആകെ കിട്ടുക. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, ടോട്ടൽ ആ അളവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ത്രെഡ് സപ്പോർട്ട് എന്ന് പറയുന്ന ഈ ചവിട്ടുന്ന ഭാഗം കിട്ടണത്. ഇവിടെ നമുക്ക് ഏകദേശം 28 സെൻറ്റിമീറ്ററോളാണ് ഈ സപ്പോർട്ട് വന്നിട്ടുള്ളത്. ഇതിൽ ഏകദേശം നമുക്ക് ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വുഡ് ചെയ്യാവുന്നതാണ്. താഴെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോൺക്രീറ്റ് ഇന്നലെയാണ് കോൺക്രീറ്റ് ചെയ്തത്, ഒരു ദിവസം മുമ്പാണ് കോൺക്രീറ്റ് ചെയ്തത്. അതിന് ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രമാണ് ഈ പൈപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ, ടെമ്പററി ആണ്, അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇവിടെ വിടുത്ത് നമ്മൾ 100 സെൻറ്റിമീറ്റർ ആണ് വിടുത്ത്, ടോട്ടൽ വിടുത്ത് 100 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ ഒരു സ്റ്റെയർ കേസിൽ ഗ്ലാസ് അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ സ്ട്രിങ്ങിൽ 2 സൈഡും ടോപ്പ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് 1 സൈഡ് അത് ഓപ്പൺ ചെയ്ത് വെച്ച് അതിലോട്ട് ഗ്ലാസ് ഇറക്കാം. ഇവിടെ മെറ്റലിൻ്റെ റെയിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ പോയിന്റ് ആദ്യം ഈ രീതിയിൽ കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് കസ്റ്റമർ അത് മുകളിലോട്ട് മാറ്റി എന്നാണ് പറഞ്ഞത്. അതിൻ്റെയൊക്കെ പഴയ ഈ പ്ലാസ്റ്ററിങ് തേപ്പ് കഴിയുന്നതിൻ്റെ മുമ്പുള്ള ഫോട്ടോസും കാര്യങ്ങളും നമുക്ക് കിട്ടിയതുകൊണ്ട് അതൊന്ന് കൺഫേം ചെയ്യാനുമായി.